ഈ ED നോട്ടീസിൽ ഒരു അമിതാവേശമോ അമിത പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പറയാൻ കാരണം. ED പലപ്പോഴും കേരളത്തിലെ ഈ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററുടെ റോളാണ് വഹിച്ചു വരുന്നത്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന സ്വർണ്ണക്കടത്താണെങ്കിലും മാസപ്പടിയാണെങ്കിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് ഇഷ്യൂ ചെയ്ത കേസാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഈ തൊലിപ്പുറമേയുള്ള ഇന്റർവെൻഷൻ അല്ലാതെ കാതിലെ തട്ടുന്നതായി ഒന്നും ED ചെയ്യത്തില്ല. എപ്പോഴും ED ഏറ്റവും കൂടുതൽ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരികയും ചെയ്യും. ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾ അറിയണം, അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്തത് ക്രമവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ടുമാണ് എന്ന കാര്യത്തിൽ പ്രഥമദൃഷ്ട്യാ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം ഭരണഘടനയുടെ 293 അനുച്ഛേദം പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അധികാര അവകാശ പരിധി എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തികൾക്കകത്താണ്. അതിന് ഇന്ത്യൻ അതിർത്തികൾക്കകത്ത് സംസ്ഥാനം കടമെടുക്കാം. അതല്ല പിന്നെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ അനുമതിയോടെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് പെർമിഷനോട് കൂടി ശ്രീ മാത്യു കുഴൽനാടൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. എവിടെയാണ് അവർ പറയുന്നത്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ NOC ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു ന്യായമായ വാദമല്ലേ? അല്ല, ന്യായമായ വാദമല്ല. അത് നിയമപരമായിട്ടും പ്രാക്ടിക്കലായിട്ടും വളരെ ഒരു മിസ്റ്റേക്കൺ ഫാക്ടോ അല്ലെങ്കിൽ തെറ്റായ വാദമാണ്. അതിന് കാര്യം ഞാൻ പറഞ്ഞത്, ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തു എന്നിവർ അവകാശപ്പെടുന്ന NOC അത് ഞാൻ നോക്കിയിട്ടുള്ളതാണ്, പരിശോധിച്ചിട്ടുള്ളതാണ്, എന്റെ കയ്യിലുള്ള കോപ്പിയാണ്. അത് ഇപ്പൊ നിങ്ങളോ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ ബെനഡിക്ട് ആൻഡ് ഹാരിസ്, അതായത് മറ്റ് ബ്ലാക്ക് ലിസ്റ്റഡ് അല്ലാത്ത അങ്ങനെ മറ്റിതില്ലാത്ത ആരെങ്കിലും അപേക്ഷിച്ചാൽ കൊടുക്കുന്ന ഒരു കേവല NOC ആണ്. ഒരു ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത് സാധാരണ അപേക്ഷയ്ക്ക് സാധാരണയായി കൊടുക്കുന്ന NOC ആണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അത് മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയോ കൺസെന്റോ കേന്ദ്ര സർക്കാരിനായി കാണാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു അനുമതിയും നൽകാനുള്ള അവകാശമോ റൈറ്റോ പവറോ RBIക്ക് ഇല്ല. RBI അങ്ങനെ ചെയ്യത്തുമില്ല. ഇവർ പറയുന്നത് ഒരു NOCയുടെ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ കൺസെന്റ്, ഇറ്റ്സ് നോട്ട് എ പെർമിഷൻ. അല്ലെങ്കിൽ അത് ഒരു കാരണവശാലും മസാല ബോണ്ടിനെ RBI അംഗീകരിച്ചോ കൊടുത്തതല്ല. അത് അവർക്ക് ഒരു നമ്പർ, അതായത് ഒരു അക്കൗണ്ട് നമ്പർ രജിസ്റ്റർ ചെയ്യുന്നതിന് ആ പർട്ടിക്കുലർ അക്കൗണ്ട് നമ്പർ ഇന്ന ആളുടെ പേരിലാണ് ഇവര് ഈ ഒരു സാധ്യത പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് മാത്രം പറയുന്ന കാര്യമാണ്. അതൊരു കേവല NOC ആണ്. അതൊരിക്കലും ഒരു കൺസെന്റോ പെർമിഷനോ ആയി കണക്കാക്കാൻ പറ്റില്ല. അതൊരു തെറ്റായ വാദമാണ്. ശരി. എന്തായാലും വളരെയധികം നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.